പോയസ് ഗാർഡനിൽ സാക്ഷാൽ രജനികാന്തിന്റെയും ജയലളിതയുടെയും അയൽക്കാരായി അവർ മാറി. സ്വയം സമ്പാദിച്ച ആദായ നികുതി അടച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികൾ എന്ന റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല. ബേബി ശാലിനിയെയും ബേബി ശ്യാമിലിയെയും പോലെ മലയാളികളുടെ ഹൃദയം കവർന്ന ബാലതാരങ്ങൾ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ശാലിനിയാണ് ആദ്യം അഭിനയ രംഗത്തെത്തിയത്. തൊട്ട് പിന്നാലെ ശ്യാമിലിയും എത്തി. 2ാം വയസ്സിലാണ് ശ്യാമിലി അഭിനയിച്ചു തുടങ്ങുന്നത്. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷാ ചിത്രങ്ങളിലും ഈ സഹോദരിമാർ തിളങ്ങി. ബേബി ശാലിനിയുടെയും ശ്യാമിലിയുടെയും സിനിമാ ജീവിതത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് മറ്റൊരാൾക്കാണ്, ഇരുവരുടെയും പിതാവായ എസ് ബാബുവിന്. കുട്ടികൾക്കൊപ്പം ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ബാബുവും പറന്നു. അച്ഛൻ മാത്രമായിരുന്നില്ല ശാലിനിക്കും ശ്യാമിലിക്കും ബാബു. ആ ലിറ്റിൽ സൂപ്പർ സ്റ്റാറുകളുടെ മാനേജർ കൂടിയായിരുന്നു. ശാലിനിയുടെയും ശ്യാമിലിയുടെയും റിച്ചാർഡിന്റെയും എല്ലാം പിതാവായ ബാബുവിനെ കുറിച്ച് കൂടുതൽ അറിയാം. ജിഹാസ് ജലി എഴുതിയ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെ: പേര് ബാബു, ഫോട്ടോ കണ്ടാൽ ആളെ മനസ്സിലാക്കണമെന്നില്ല. സാക്ഷാൽ രജനീകാന്തും ജയലളിതയും ഒക്കെ താമസിക്കുന്ന പോയസ് ഗാർഡനിൽ വീട്. 90കളിൽ തന്നെ ആഡംബര കാറുകൾ, ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമൊക്കെ പ്ലോട്ടുകൾ, എല്ലാം സിനിമയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച്. പക്ഷെ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല. സിനിമയുടേതായ ഒരു ടെക്നിക്കൽ പ്രവൃത്തികളും ചെയ്തിട്ടില്ല. ആളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്പം ചരിത്രം പറയാം. കൊല്ലം ജില്ലയിൽ ജനനം. ചെറുപ്പത്തിലെ സിനിമ തലയ്ക്ക് പിടിച്ചിരുന്നു. അന്നത്തെ തെന്നിന്ത്യൻ സിനിമയുടെ ആസ്ഥാനമായിരുന്ന മദ്രാസിൽ എത്തിച്ചേരണം. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന അതീവ ആഗ്രഹത്തിന്റെ സമ്മർദ്ദത്തിൽ ബാബുവും കൂട്ടുകാരനും കള്ളവണ്ടി കയറി മദ്രാസിലെത്തി. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല സിനിമയിൽ കയറി പറ്റുന്നത്. പട്ടിണിയും പരിവട്ടവുമായി കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട്ടുകാരൻ തിരിച്ചു നാട്ടിലേക്ക് പോയി. ബാബു മദ്രാസിൽ തന്നെ ഉറച്ചു നിന്നു. അതിനിടയിൽ ഒരു കടയിൽ ജോലിക്ക് കയറി. മിടുക്കനായ ബാബുവിന്റെ പരിശ്രമ ഫലമായി ആ ചെറിയ കട അഭിവൃദ്ധിപ്പെട്ടു. കടയുടെ അയ്യർ മറ്റൊരു കട തുടങ്ങി. അത് പൂർണ്ണമായും ബാബുവിനെ ഏൽപ്പിച്ചു. കടയ്ക്കടുത്തുണ്ടായിരുന്ന മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയുമായി പ്രണയം. വീട്ടുകാരുടെ കൂടി സമ്മതത്തോടെ 1976 ആലീസിനെ വിവാഹം കഴിച്ചു. അടുത്ത വർഷം അവർക്കൊരാൺകുട്ടി ജനിച്ചു, റിച്ചാർഡ്. പക്ഷെ ജീവിതം സത്യത്തിൽ ദുസ്സഹമായിരുന്നു. കടയിലെ കച്ചവടം കുറഞ്ഞു വന്നു. വാടകയ്ക്ക് വീടെടുത്ത് മാറിയതിനാൽ ചെലവ് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അങ്ങനെയിരിക്കെ ആ ബുദ്ധിമുട്ടേറിയ കാലത്ത് 1979 ബാബു ആലീസ് ദമ്പതിമാർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. ബാബുവിന്റെ ജീവിതം അത് അപ്പാടെ മാറ്റിമറിച്ചു. താൻ സ്വപ്നം കണ്ടതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ പറിച്ചു നട്ട ആ പെൺകുട്ടിയുടെ പേര് ശാലിനി എന്നായിരുന്നു. മിടുമിടുക്കിയായിരുന്ന അവൾ കുഞ്ഞിലെ തന്നെ കടയിൽ വരുന്നവരെ അനുകരിച്ച് കാണിക്കുമായിരുന്നു. ആ പരിസരത്തെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു അവൾ. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിരുന്ന ബാബു തന്റെ മക്കളുടെ ചിത്രങ്ങൾ ധാരാളം എടുത്തു കൂട്ടിയിരുന്നു. ചില വാരികകളിൽ അവ അയച്ചു കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു ഫോട്ടോ കണ്ട നവോദയ ജിജോ ബാബുവിന്റെ കടയിലെ നമ്പർ കണ്ടെത്തി വിളിച്ചു. അടുത്ത ദിവസം ബാബു ശാലിനിയുമായി നവോദയയുടെ ഓഫീസിലെത്തി. നവോദയയുടെ ഫാസിൽ സംവിധാനം ചെയ്യുന്ന എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലേക്ക് ബാലതാരത്തെ അന്വേഷിച്ച് മടുത്തിരുന്ന അവർക്ക് ശാലിനിയുടെ രൂപവും കുസൃതികളും ഇഷ്ടമായി. അഭിനയിച്ചു നോക്കിയപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം തിരിച്ചു തന്ന ആ പെൺകുട്ടിയെ പിന്നീട് ലോകം വിളിച്ചത് ബേബി ശാലിനി എന്നായിരുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ്. പിന്നീട് ഒരു തേരോട്ടമായിരുന്നു. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ മാറി മാറി അഭിനയം. നായകന്മാരെക്കാൾ പ്രതിഫലം. ബേബി ശാലിനിയെ കണ്ട് തിരക്കഥകൾ രചിക്കപ്പെടുന്നു. പ്രൊഡ്യൂസർമാർ ബാബുവിന്റെ മുന്നിൽ ഡേറ്റിനായി വരി നിൽക്കുന്നു. സ്വയം സമ്പാദിച്ച ആദായ നികുതി അടയ്ക്കുന്ന ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള വ്യക്തി എന്ന റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല. മമ്മൂട്ടിയും രജനീകാന്തും ചിരഞ്ജീവിയും അപരീഷുമെല്ലാം ബേബി ശാലിനിക്കായി കാത്തു നിൽക്കേണ്ടി വന്നു. ഹിന്ദി ഉൾപ്പെടെ ചിത്രങ്ങൾ. ഉദ്ഘാടനത്തിനായി പണം വാങ്ങിയ ആദ്യ തെന്നിന്ത്യൻ സെലിബ്രിറ്റി. 90കളോടെ ബേബി ശാലിനി ബേബി അല്ലാതായി. പക്ഷെ ബാബുവിന്റെ സുവർണ കാലഘട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ഇടവേള മാത്രമായിരുന്നു അത്. 1987 ബാബു ആലീസ് ദമ്പതിമാർക്ക് 2ാമത്തെ പെൺകുട്ടി ജനിച്ചിരുന്നു. ശ്യാമിലി എന്ന ബേബി ശാമിലി. സുഹാസിനിയുടെ കണ്ടെത്തൽ.
3-ാം വയസ്സിൽ അഭിനയിച്ച മണിരത്നം ചിത്രമായ അഞ്ജലിയിലൂടെ ദേശീയ അവാർഡ്. അടുത്ത വർഷം അഭിനയിച്ച ഭരതൻ ചിത്രം മാളൂട്ടിയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന അവാർഡ്. അതേ വർഷം അഭിനയിച്ച കന്നഡ ചിത്രം മാതേ ഹായ്ഡു കോകിലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കന്നഡ സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ്. ശാലിനിയേക്കാൾ 10 മടങ്ങ് പ്രതിഫലം. അതേ വർഷം അഭിനയിച്ച കന്നഡ ചിത്രം മാതേ ഹായ്ഡു കോകിലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കന്നഡ സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ്. ശാലിനിയേക്കാൾ 10 മടങ്ങ് പ്രതിഫലം. ബാബു ആവശ്യപ്പെടുന്നത് എത്രയാണോ അതാണ് ബേബി ശാലിനിയുടെ പ്രതിഫലം. പക്ഷെ തന്റെ മാതൃഭാഷയായ മലയാളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രതിഫലത്തിലാണ് അദ്ദേഹം തന്റെ 2 മക്കളെ അഭിനയിപ്പിച്ചത്. മറ്റു ഭാഷകളിൽ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലത്തിന്റെ പകുതിയോളം മാത്രമേ അദ്ദേഹം മലയാളത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുമാത്രമല്ല, മലയാളത്തിൽ നിന്നുള്ള റോളുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്തു. സൂപ്പർ താരങ്ങൾക്കൊപ്പം എല്ലാ ഭാഷകളിലും പണം ലഭിച്ചിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തെ അതൊന്നും ബാധിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഹൈസ്കൂൾ കാലഘട്ടത്തോടെ 2 മക്കളുടെയും സിനിമാ ജീവിതത്തിന് അദ്ദേഹം ബ്രേക്ക് നൽകി. അങ്ങനെ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ, സിനിമയിൽ ക്രിയേറ്റീവായി ഒന്നും ചെയ്യാതെ ബാബു എന്ന മനുഷ്യൻ സിനിമയുടെ എല്ലാമായി. സിനിമ സ്വപ്നം കണ്ട അദ്ദേഹം പതിറ്റാണ്ടുകാലം സിനിമാ സെറ്റിലെ ഏറ്റവും വിലയുള്ള വ്യക്തിയായി. 80കളിൽ മലയാളത്തിലും തമിഴിലുമായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ബാലതാരമായിരുന്ന ശാലിനി സിനിമയിൽ നിന്ന് ചെറിയ ഇടവേള എടുത്ത ശേഷം 1997 നായികയായി തിരിച്ചു വന്നു. അനിയത്തിപ്രാവ് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ശാലിനി നായികയായി അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രം തമിഴിൽ കാതലിക്ക് മര്യാദ എന്ന പേരിൽ പുനർനിർമ്മിക്കപ്പെട്ടു. പിന്നീട് ഭഗവാൻ പരശുറാം, കളിയൂഞ്ഞാൽ, കടലുക്ക് മര്യാദ, നിറം, അമർക്കളം, കണ്ണുക്കൊള്ളൽ നിലാവ് എന്നിങ്ങനെ നിരവധി വിജയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2001 പ്രശാന്തിനൊപ്പം പിരിയാത്ത വരം വേണ്ടും എന്ന ചിത്രത്തിലാണ് ശാലിനി അവസാനമായി അഭിനയിച്ചത്. ബോക്സ് ഓഫീസ് ഹിറ്റ്. മണിരത്നം മാധവനൊപ്പം അലൈപായുധേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴാണ് അവരുടെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ ഉണ്ടായത്. സഹനടൻ അജിത്തുമായുള്ള വിവാഹശേഷം അവർ സിനിമാ മേഖല വിട്ടു. 2006 ബാഡ്മിന്റനോടുള്ള തന്റെ അഭിനിവേശം വെളിപ്പെടുത്തിയ ശാലിനി ചില സംസ്ഥാനതല ടൂർണമെന്റുകളിൽ കളിച്ചിട്ടുമുണ്ട്. അജിത് കുമാറിനും ശാലിനിക്കും അനീഷ്ക ജനനം 2008, ആദിക് ജനനം 2015 എന്നിങ്ങനെ 2 മക്കൾ. ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച ഹരീഷ് ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലൂടെയാണ് ശാമിലിയുടെ തിരിച്ചുവരവ്. അക്കാലത്ത് ശാമിലി കന്നഡയിൽ ദാക്ഷായണി, കാദംബരി, കരുലിനക്കുടി, ഭൈരവി, ചിന്നനീ നാഗതിര് എന്നിങ്ങനെ സിനിമകൾ നിർമ്മിച്ചു. 2009 ഇറങ്ങിയ ആനന്ദരംഗ സംവിധാനം ചെയ്ത ഓ എന്ന ചിത്രത്തിലൂടെയാണ് ശാമിലി ആദ്യമായി സിദ്ധാർത്ഥിനൊപ്പം നായികാവേഷം അഭിനയിച്ചത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് ലഭിച്ച സമ്മിശ്ര പ്രതികരണം ശാമിലിയെ വീണ്ടും ഒരു അവധിക്കാലം ആഘോഷിക്കാൻ പ്രേരിപ്പിച്ചു. 2010-നും 2015-നും ഇടയിൽ ശാമിലി സിംഗപ്പൂരിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. തുടർന്ന് അഭിനയത്തിലേക്ക് തിരിച്ചു വരാനുള്ള നിരവധി അവസരങ്ങൾ നിരസിച്ചു. തിരിച്ച് ചെന്നൈയിലേക്ക് മടങ്ങിയ ശാമിലി വിക്രം പ്രഭുവിനൊപ്പം വീരശിവാജി എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിലേക്കും ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത ധനുഷിനെ നായകനാക്കി പേരിടാത്ത ഒരു ചിത്രത്തിലും പ്രവർത്തിച്ചു. പക്ഷേ സിനിമാ മേഖലയിൽ ആഗ്രഹിച്ച വിജയം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അഭിനയവും നിർമ്മാണവും ഉപേക്ഷിച്ച് ചിത്രകലയിലാണ് ശാമിലി തന്റെ വഴി കണ്ടെത്തിയത്.